കുഞ്ഞിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ നോക്കാൻ പോകുന്നത് ബൊറുട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 5 ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഉറപ്പെടുത്തണം. ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. പിന്നെ കുറെ അധികം കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് ഒക്കെ സബ് ചെയ്താണ് കാണുന്നത്. സോ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ് ചെയ്താൽ മാത്രമേ നമുക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഈ വീഡിയോക്ക് 500 ലൈക്സ് ഞാൻ ടാർജറ്റും വെക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടെ സീരിയസ് ആയിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ 500 ലൈക്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യുന്നേ ഉള്ളൂ. സോ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ബൊറുട്ടോനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാനായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് സാസ്കേവിനെ കണ്ടിട്ട് നേരെ വിളിക്കുന്നുണ്ട്. തൽക്കാലം ഇന്ന് ഇത്രയും മതി, നമുക്ക് എന്തായാലും ഒരു ബ്രേക്ക് എടുക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു ബ്രേക്ക് എടുക്കുവാണ്. അതേ സമയത്ത് നമ്മുടെ ബൊറുട്ടോ ചുമ്മാ തമാശയായിട്ട് സാസ്കേക്ക് ചോദിക്കുന്നു, സാസ്കെ അല്ല മാസ്റ്റർ, എന്റെ ഊച്ചുക സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഞാനത് ഫുള്ളി മാസ്റ്റർ ചെയ്തില്ലേ? അപ്പൊ തന്നെ സാസ്ക തിരിച്ചു പറയുന്നുണ്ട്, ശരിയാണ്, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എനിക്കറിയാവുന്ന എല്ലാ ടെക്നിക്സും എല്ലാ മൂവ്സും ഞാൻ നിന്നെ പഠിപ്പിച്ചു, നീ അത് പഠിക്കുകയും ചെയ്തു. ഇത് കേൾക്കാൻ നേരത്ത് ബൊറുട്ടോ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ തിരിച്ചു പറയും, അയ്യോ ഞാൻ ജോക്കായിട്ട് പറഞ്ഞതാണ്, ഈ മാസ്റ്ററിനെ എന്നെ കുറെ അധികം പഠിപ്പിക്കാനില്ലേ? അപ്പൊ തന്നെ നമ്മുടെ സാസ്കെ ബൊറുട്ടോയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, എന്റെ മുഖം കണ്ടിട്ട് നിനക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ശരിയാണ്, ഒന്ന് ചിന്തിച്ച മാസ്റ്റർ ഇതുവരെ എന്നോട് ഒരു ജോക്ക് പോലും പറഞ്ഞിട്ടില്ല. നിനക്ക് നല്ല ടാലന്റ് ഉണ്ട്, അത് മാത്രമല്ല നീ പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുക്കുകയും ചെയ്യും. നിന്നെയാണ് സത്യം പറഞ്ഞ ജീനിയസ് എന്ന് വിളിക്കേണ്ടത്. അത് മാത്രമല്ല നിന്റെ തലയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, തിയററ്റിക്കൽ ആണെങ്കിൽ കൂടിയും എല്ലാം നിന്റെ തലയിൽ തന്നെ. എനിക്ക് നിനക്ക് പഠിപ്പിച്ചു തരാൻ ഒന്നും തന്നെയില്ല. പക്ഷേ എന്നും പറഞ്ഞ് നീ ചുമ്മാതിരിക്കില്ലേ? നിന്റെ ട്രെയിനിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, നീ വീണ്ടും ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. നീ സത്യം പറഞ്ഞാൽ നാറൂട്ടോനെ പോലെ തന്നെയാണ്. അവന്റെ കണ്ണിൽ ഞാൻ അന്ന് കണ്ട ആ ഒരു തീവ്രത എനിക്ക് നിന്റെ കണ്ണിൽ ഇപ്പോഴും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നീ ആരാണ് എന്താണ് അതൊന്നും എനിക്കിപ്പോ വിഷയമല്ല. എന്തുകൊണ്ടാണ് നിന്നെ സഹായിക്കാൻ പറഞ്ഞെന്നുള്ള ഉത്തരം എനിക്കിപ്പോ പതുക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് വേറെ എന്തോ വലുത് തന്നെ വരുന്നുണ്ട്. നിനക്ക് ആൾക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ അതെല്ലാം തടയാൻ സാധിക്കുന്നത്. എന്റെ റോൾ ഇവിടെ കഴിഞ്ഞെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ നമ്മുടെ കോഡിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാനായിട്ട് ഒരു കണ്ണ് മുറിഞ്ഞിട്ട് കോഡ് കൈ കൊണ്ട് പൊത്തി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഊച്ചിഹ നിനക്ക് എത്ര ധൈര്യമൊട്ടാണ് നിന്റെ കണ്ണ് മുറിച്ചത്? ബൊറുട്ടോ നീ എന്ത് നോക്കിയിരിക്കുകയാണ്? വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. മാസ്റ്റർ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇവിടുന്ന് പോകുന്നത്? ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞതല്ലേ, ആ ഒരു സമയമാണിത്. നമുക്കിവിടെ ഒരിക്കലും ജയിക്കാൻ സാധിക്കത്തില്ല. ഓട്സ് നമുക്കെതിരെയാണ്. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യാൻ നോക്ക്. എന്ത് വില കൊടുത്തും നീ ജീവിക്കണം, എന്ത് വില കൊടുത്തും നീ സർവൈവ് ചെയ്യണം. എന്നിട്ട് ഞാൻ നിനക്ക് പഠിപ്പിച്ചെന്ന ഓരോ സ്കിൽസും നീ നന്നായിട്ട് തന്നെ മാസ്റ്റർ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിന്നെ ഒരാൾക്ക് പോലും തൊടാൻ സാധിക്കത്തില്ല. എന്റെ മകളെ, അവളെ നീ തന്നെ നോക്കണം. അതും പറഞ്ഞുകൊണ്ട് സാസ്കെ ആ ഒരു ബീസ്റ്റിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ്. പിന്നെ കാണിക്കുന്നത് കുറെ നേരം കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ബൊറുട്ടോ ഇവിടേക്ക് വരാൻ നേരത്ത് ആ മോൺസ്റ്റേഴ്സിന്റെ ഒക്കെ കൈയും കാലൊക്കെ മുറിഞ്ഞു കിടപ്പുണ്ട്. അത് മാത്രമല്ലാതെ അവിടെ ഒരു വലിയ ട്രീയും ഉണ്ട്. സാസ്കെ പൂർണ്ണമായിട്ട് ഒരു ട്രീ ആയിട്ട് മാറിയിട്ടുണ്ട്. പതുക്കെ സാസ്കയുടെ അടുത്തേക്ക് വന്നിട്ട് പുള്ളിക്കാരന്റെ ആ ഒരു സോഡ് ബൊറുട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ബൊറുട്ടോയ്ക്ക് സാസ്കയുടെ സോഡ് കിട്ടുന്നത്. ബൊറുട്ടോ ആയിട്ട് അത് കഴിഞ്ഞാണ് ഫുൾ സീരിയസ് ആയിട്ട് മാറിയത്. അവിടെ നിന്ന് നമ്മുടെ കൊണോഹയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ഒരു നിഞ്ച നമ്മുടെ കൊണോഹമറിനെ വിളിക്കുന്നുണ്ട്. കൊണോഹമറു വേഗം വാ, നീ ഒന്ന് വന്ന് നോക്കി. ദൂരെയായിട്ട് ഒരു മരം കാണായിരുന്നു. ആ മരത്തിന്റെ താഴെയായിട്ട് ഷീക്കിടെയും ബാക്കിയുള്ളവരൊക്കെ നിപ്പുണ്ടായിരുന്നു. കൊണോഹമർ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റില്ല? അവിടെ വന്നപ്പോഴാണ് പുള്ളിക്കാരൻ ശരിക്കും ഞെട്ടിപ്പോയത്. അവിടെയായിട്ട് നമ്മുടെ മൊയ്ഗി ഒരു ട്രീ ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഒരു അമ്മേനെയും കുഞ്ഞിനെ രക്ഷിക്കുമായിരുന്നു. അതിനിടക്കാണ് ഇത് സംഭവിച്ചത്. കോഡ്, ഞാൻ നിന്നോട് ഒരിക്കലും പൊറുക്കത്തില്ല. നിങ്ങൾ പേടിക്കണ്ട, മൊയ്ഗി ഇതുവരെ മരിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുവാണ്, എന്ത് വില കൊടുത്താണെങ്കിലും നമ്മൾ ഒരുമിച്ച് അവളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. എന്നിട്ട് നമ്മുടെ മൊയ്ഗിയുടെ ആ ഒരു ഷിഞ്ചുനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി പറയുന്നുണ്ട്, എനിക്ക് ആ പിള്ളേരുടെയും കൊണഹാമറുടെയും ദേഷ്യവും സങ്കടവും എല്ലാം ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. അതാണ് നിനക്ക് സ്വന്തമായിട്ട് ഒരു അവയർനെസ് ഉണ്ടെന്നുള്ളതിന്റെ പ്രൂഫ്. കാര്യം നമ്മളെല്ലാവരും ബയോളജിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫീലിങ്സ് അത് നിനക്ക് മാത്രമുള്ളതാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമില്ല, നമ്മൾ 4 പേരും ഒരു എക്സിസ്റ്റൻസ് ആണ്, അതായത് ഒരു ഡിവൈൻ ട്രീ അല്ലെങ്കിൽ ഷിഞ്ചു. പക്ഷേ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന പല കാര്യങ്ങളും അത് നമുക്ക് മാത്രമുള്ളതാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോൺഷ്യസ് ആണ്. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നമ്മുടെ മെയിൻ ഗോളിന് ഒരു വ്യത്യാസവും ഇല്ല. ബൊറുട്ടോ ഒട്സുക്കിനെയും ബൊറുട്ടോ കബാക്കിനെയും നമ്മൾ എങ്ങനെ പോയാലും കഴിച്ചിരിക്കും. എന്നിട്ട് നമ്മുടെ ഒറിജിനൽ ഫോമിലേക്ക് നമ്മൾ മാറിയിരിക്കും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം. എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാമില്ല, പക്ഷേ എന്റെ ഇൻസ്റ്റിങ്സ് പറയുന്നത് എനിക്ക് മറ്റൊരാളെ കഴിക്കണമെന്നാണ്, അതായത് നറുട്ടോ ഉസുമാക്കി. എനിക്ക് അവനെ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഏട ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി അപ്പൊ ചോദിക്കുന്നുണ്ട്, സീരിയസ്ലി നീ എന്ത് മണ്ടത്തരാണ് പറയുന്നത്? നറുട്ടോ ഉസുമാക്കിയോ? അതൊരു ഒട്സുസുക്കി അല്ലല്ലോ. പിന്നെന്താണ്? കറക്റ്റ്, അതൊരു ഒട്സുസുക്കി അല്ല. പക്ഷേ എങ്കിലും എവിടെയോ എന്തോ എനിക്ക് അവനെ കഴിക്കണമെന്നൊരു തീരുമാനം. വേറൊന്നും ആലോചിക്കാതെ നിങ്ങളുടെ ഇൻസ്റ്റിങ്സ് മാത്രം നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ഇന്നർ വോയിസിനെ ഒന്ന് ഫീൽ ചെയ്ത് നോക്ക്. ചിലപ്പോൾ നിങ്ങൾക്കും ഏതെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ടാർഗറ്റിനെ കിട്ടും. ഈടെയായിട്ട് ഇതെല്ലാം കേട്ട് സർപ്രൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡയമണ്ട് കിടന്ന് കാറുന്നുണ്ട്. ചേച്ചി എന്നാ പറ്റിയത്? കാര്യം പറ. പേഴ്സണൽ ടാർഗറ്റോ? എന്റെ ഇൻസ്റ്റിങ്സ് പറയുന്നത് ഫസ്റ്റ് പേര് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് സാറുട്ടോബി കൊണോഹമറു ആണ്. അവനെ വേണം എനിക്ക് കഴിക്കാൻ. അവന് ഞാൻ കഴിക്കും. മാറ്റ്സൂരി, അത് നല്ല ചോയ്സ് ആണ്. എനിക്ക് ഇതിന്റെ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ സാസ്കയുടെ ആ
ഷിൻജു ഇല്ലേ, അവൻ ചോദിക്കുന്നുണ്ട്, ജൂറ എനിക്കൊരു ചോദ്യമുണ്ട്, നമ്മൾ സത്യം പറഞ്ഞാൽ ആരാണ്, എന്താണ് നമ്മൾ? നല്ലൊരു ചോദ്യമാണെങ്കിൽ കൂടിയും അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉത്തരം ലഭിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി വറി ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം നിന്റെ ടാർജറ്റിനാണ്. അവനെ പറ്റി ആലോചിക്കുക, നിന്റെ ഇൻസ്റ്റിങ്സിനെ പറ്റി ആലോചിക്കുക, നിന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരെന്താണെന്ന് ആലോചിക്കുക. ആ ഒരു കാര്യം, ആ ഒരു പോയിന്റ് നിന്നെ പതുക്കെ നിന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയിലേക്ക് കൊണ്ടുപോകും. അതാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം നമ്മുടെ ഏഴ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലോഗ്രിംസ് കഴിച്ച മനുഷ്യരാണല്ലേ ഇതേപോലത്തെ സാധനങ്ങളായിട്ട് മാറിയത്. അപ്പൊ തന്നെ നമ്മുടെ ബഗ് പതുക്കെ എഴുന്നേക്കും. നടന്ന് നമ്മുടെ ഏഴയുടെ ഫ്രണ്ടിലേക്ക് ചെല്ലും. ഏഴയും ഞെട്ടി പോകുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരുടെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ ഞങ്ങളെ നോക്കുവാണല്ലേ ഏടാ, ഞാൻ എന്റെ ടാർഗറ്റ് ഡിസൈഡ് ചെയ്തു, അത് നീയാണ്. ഏഴ് പെട്ടെന്ന് ഞെട്ടിപ്പോവും. പുള്ളിക്കാരുടെ കയ്യിലുണ്ടെന്ന ആ ജ്യൂസ് താഴത്തേക്ക് വീഴുകയും ചെയ്യും. എന്നിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ആലോചിക്കുവാണ്, നിന്റെ ചോയ്സും കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, അതൊരു ഷെൻറിക്കാനല്ലേ എന്ന് നമ്മുടെ ജൂറ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സാസ്കയുടെ ആ ഒരു ഷിൻജു പറയും, സാർദ ഉജിഹ, എന്റെ ടാർഗറ്റ് ഞാൻ തീരുമാനിച്ചു, അത് സാർദ ഉജിഹയാണ്. പിന്നെ നമ്മൾ ആമോടെ ക്ലാസ് റൂമിലാണ് കാണിക്കുന്നത്. അവിടെയായിട്ട് ആമോടെ കുറച്ചധികം കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ മകളുടെ കുറേയധികം ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കവാക്കയുടെ കയ്യിൽ ആ പുതിയൊരു കാർമ പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തത്. ബൊറൂട്ടോ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവനാവട്ടെ കോഡിനെ ഇവിടുന്ന് ഓടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ പറയുന്നത് എന്റെ മകളുടെ DNA, എന്റെ മകളുടെ ഡീറ്റെയിൽസ് ഉള്ളത് കവാക്കയുടെ കയ്യിലാണ്. അത് ഞാൻ ചെയ്തത് കവാക്കയുടെ കയ്യിലാണെങ്കിൽ കൂടിയും ഹൊക്കാഗയുടെ മകന്റെ കയ്യിലല്ല. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാണ്, എന്റെ മെമ്മറിക്ക് എന്തോ മാറ്റമുണ്ട്. ഒരു സയന്റിസ്റ്റ് എന്ന നിലയ്ക്ക് ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് ഇവിടെ തെളിയിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് പ്രൂഫ് ഒന്നുമില്ല. എന്നിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്റെ ടാർഗറ്റ് കവാക്കിയാണ്, ബൊറൂട്ടോ അല്ല. സെൻസറി യൂണിറ്റിന്റെ സഹായത്തോട് കൂടി ഷിക്കമാറു ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നന്നായിട്ട് ആലോചിക്കാൻ തുടങ്ങും. നീ പറയുന്നത് ഒമ്നിപൊട്ടൻസ് ഉണ്ടായിട്ട് കൂടിയും ആമോടോ അവൻ ഒരു സയന്റിസ്റ്റ് എന്ന നിലയ്ക്ക് ഫിസിക്കൽ എവിഡൻസ് വെച്ചാണോ അവന്റെ മെമ്മറി ആൾട്ടർ ചെയ്യുന്നതിന് മനസ്സിലായത്? എല്ലാവരും നറൂട്ടോയുടെ മകൻ കവാക്കി എന്ന് വിചാരിച്ചിരുന്നപ്പോൾ അവന് ഒരു ഫാമിലി ഫോട്ടോ കിട്ടി. അതിനകത്ത് ബൊറൂട്ടോ ആണ് ഉണ്ടായിരുന്നത്. എല്ലാവരുടെയും മെമ്മറി മാറിയിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ എവിഡൻസ് ഒരിക്കലും മാറത്തില്ല. അവരുടെ വിവിഡായിട്ടുള്ള മെമ്മറി ഒരിക്കലും മാറത്തില്ല. പക്ഷേ എന്റെ എന്നാൽ പെട്ടെന്ന് അവരുടെ പുറകിൽ നമ്മുടെ ബൊറൂട്ടോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ഓൾഡ് മാൻ സാസ്കെ അല്ല, എന്റെ മാസ്റ്റർ എന്നെ ബിലീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, പുള്ളിക്കാരൻ തന്റെ മെമ്മറിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചില്ലെങ്കിൽ കൂടിയും എന്നെ പുള്ളി വിശ്വസിച്ചിരുന്നു. അതായിരുന്നു സാർദ. അത് നിനക്ക് വേണ്ടിയാണ് പുള്ളിയുടെ ജീവൻ പണയം വെച്ചും പുള്ളി എന്നെ രക്ഷിച്ചത്. ഇത് പറയാൻ നേരത്ത് തന്നെ സാർദ ഓടിച്ചെന്ന് ബൊറൂട്ടോനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ക്ലാസ് റൂമിന് ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. പുള്ളിക്കാരിക്കും ബൊറൂട്ടോനെ ഇഷ്ടമായിരുന്നല്ലോ ഇതെല്ലാം. എന്നിട്ട് സാർദ കെട്ടിപ്പിടിക്കണം, നോക്കി നിൽക്കാൻ മാത്രമേ അവൾക്ക് സാധിച്ചുള്ളൂ. ബൊറൂട്ടോനെ നന്നായിട്ട് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ കുറെ അധികം താമസിച്ചു കേട്ടാന്ന് പറഞ്ഞ് വഴക്ക് പറയുവാണ് നമ്മുടെ സാർദ. അപ്പൊ തന്നെ ബൊറൂട്ടോ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്ക്, ഞാൻ എന്തായാലും തിരിച്ചു വന്നു. അങ്ങനെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു റിയൂണിയൻ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററോട് അവസാനിക്കുന്നത്.